എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ നമുക്കൊന്ന് പുഴുങ്ങിയിട്ടെടുക്കണം. ഞാനിത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയിട്ടെടുക്കുന്നത്. ഇതുപോലെ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. ഇതുപോലെ ഒരു മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ പുഴുങ്ങി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് സ്വല്പം പോലും കട്ടയായിട്ട് കിടക്കാൻ പാടില്ല. നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ കട്ടകളായിട്ട് പോലും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ നിന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിലേക്ക് ലാസ്റ്റ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസും കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉപ്പങ്ങ് ഒരുപാട് കൂടിപ്പോവും. അല്ലെങ്കിൽ സോസ് ചേർത്ത് നമ്മൾ ഇളക്കിയതിന് ശേഷം ആ ഒരു ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചിട്ടെടുത്താണിത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗാർലിക് പൗഡർ നമ്മുടെ ഇല്ലെങ്കിൽ ഇതുപോലെ 1-2 വെളുത്തുള്ളി എടുത്തിട്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിയില തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. മുട്ട ഇതുപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൂറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം ഒരുപാടങ്ങ് എരിവുണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകൾ വരാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. സാധാരണ നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്ന ഒരു മിൽമയുടെ ഒക്കെ ഒരു കവറില്ലേ, അതുപോലത്തെ ഒരു കവർ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതി. ഇനി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഒരു മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ജിലേബിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. സാധാരണ നമ്മൾ ജിലേബിയുടെ ഒക്കെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഒരു അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അറ്റം വലുതായി പോകരുത്. വലുതായി പോയാൽ നമ്മൾ ഇതിലേക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും അങ്ങ് പൊട്ടി അങ്ങ് പോവും. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ ഒരു ജിലേബിയുടെ ഒക്കെ ഈ ഒരു ഷേപ്പിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടെടുക്കുന്നത്. എണ്ണയിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് ഒരു ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ചുറ്റിച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ അത്യാവശ്യം ഒരു പാനിന് ഇത്രയും നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചിട്ടെടുക്കാനും പ്രയാസമാവും. ഓയിൽ ഒരുപാടങ്ങ് തിളച്ച് കിടക്കരുത്. ഒരു മീഡിയം ചൂടുള്ള ഓയിലേക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ജിലേബിയുടെ ഷേപ്പിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി വന്നതിന് ശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോവും.
അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കാൻ വേണ്ട, ഒരുപാട് തീ കുറച്ച് വിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ഓയിലിനകത്തുനിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഓയിലിനകത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് ആ ഒരു എണ്ണ വലിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിനെ എല്ലാം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല എരിവൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ജിലേബി എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോട് കൂടിയിട്ട് ഇതുപോലെ സോസ് മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോവും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക, എങ്കിലും നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.